ഓളെ കയ്യിലുണ്ടാവാൻ ചാൻസ് കുറവാണ്. നോർമൽ കോൾ ചെയ്തോ. ഹലോ, വീഡിയോ കോൾ എടുക്കാൻ എടുക്ക്. എടുക്കൂല, ഫോട്ടോ എടുക്കാണ്. ശരി എന്നാ. हजारों इशारे करूं भी पहेली 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 है वो. അല്ലെങ്കിൽ ഞങ്ങള് വരെ വണ്ടി പോയിക്കോളാം. पहेली पहेली है वो. ഇന്ന് കാക്കുവിൻ്റെ കല്യാണമാണ്. ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന കല്യാണമാണ്. വി ആർ സോ ഹാപ്പി. बातें सुन लेना जो है अनकही तुझे सोच के बिखर जाता. ഞങ്ങളുടെ മൂത്ത മോനാണ് ബാബു. പയാസിന്റെ പേര് ഞങ്ങള് ബാബു എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നാട്ടിലില്ല, ഗൾഫിലാണ്. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു പോയി മോനായിരുന്നു. അപ്പോൾ വീട്ടിലൊരു കുറവുണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും ഓൻ തന്നെ. സിസ്റ്റർമാരുടെ കാര്യം, ഉമ്മയുടെ കാര്യം, കുടുംബകാര്യങ്ങൾ. ഇവിടെ നമ്മള് ലൈഫിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനും കാക്കു എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം ഓനായിരുന്നു. ഓൻ്റെ കൂടെ കളിക്കുക. മീൻസ് ഇവിടുത്തെ കസിൻസ് എനിക്ക് കുറവാണ്. അപ്പൊ ഫുൾ ഓനായിരുന്നു എൻ്റെ എല്ലാം. ദീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാക്കു ചൂസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് തോന്നി. നമ്മളെ വൈബിനും കറക്റ്റ് നമ്മളെ ഫാമിലിക്ക് പറ്റിയ അടിപൊളി ആളാണ്. ലൈബ എൻ്റെ മൂത്ത മോളാണ്. 4 മക്കളുണ്ട് എനിക്ക്. അതിൻ്റെ മൂത്ത ലൈബാണ്. എനിക്ക് ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്ര പോവുക, പിന്നെ നല്ല ഫുഡ്, നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരാൾ. പിന്നെ വിരുന്ന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. तेरे करीब हूँ खड़ा दिल मेरा माने ना खुश नसीब हूँ बड़ा जो मुझे. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു വരെ ലവ് അഫെയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. ഐ മീൻ അത് സ്റ്റാർട്ടിങ്ങിലുള്ള കുട്ടികൾക്കുള്ള ഒരു സില്ലി ഇതായിരിക്കും എന്നുള്ള ലെവലിൽ സ്റ്റോപ്പാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവർ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അതുകൊണ്ട് അതിപ്പോൾ ഒരു ട്രൂ ആയിട്ട് മാറി. നിങ്ങളുടെ മകൾ ദൈവാശരൻ എന്നവൾ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്ത് തന്നതിന് ഹലാലായ ഭാര്യയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിന് നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. എനിക്കെൻ്റെ ഒരു അനിയത്തിയും ജ്യേഷ്ഠത്തെയും പിന്നെ ഇപ്പാടെ സ്ഥാനത്ത് ഉമ്മാടെ സ്ഥാനത്ത് അങ്ങനെ പറയാം. എനിക്ക് എല്ലാത്തിനും മോള് രാത്രി കരയുമ്പോൾ അവളാണ് ആദ്യം എണീക്കുക. എന്നെ വിളിക്കില്ല. അവള് കുട്ടീൻ്റെ അടുത്ത് നടന്നിട്ടും ഇശല് എന്ന് പറഞ്ഞാൽ അവളെ കുട്ടി പോലെ തന്നെയാണ്. इंतजार तेरा
इंतजार था तेरा इंतजार था ഒരു സർപ്രൈസിങ് മൂമെന്റ് ആയിരുന്നു. നമ്മളാ- സത്യം പറഞ്ഞ വിശ്വാസമായിട്ടില്ല നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത്. ഇന്നലെ വരെ നിക്കാഹ് കഴിയണം എന്നുള്ളത് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ലൈക്ക് നമ്മള് ഡ്രീമാണോ സത്യമാണോ അതോ സ്വപ്നമാണോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. I'm like the moon, pulling the waves, passing you up in the night. Coriander and I think ചെറുപ്പത്തിൽ എന്താ ഫുൾ തല്ല് കുത്ത് അങ്ങനെ ഒരു വൈബായിരുന്നു. ബട്ട് വെൻ വി ഗ്രോ അപ്പ് കാക്കു ലിറ്ററലി ഈ ഒരു ഫാദർ ഒരു വൈബിക്ക് വന്ന് ബ്രദർ എന്നില്ലെന്ന് മാറിയിട്ട് ഇതെല്ലാ കാര്യങ്ങളും നോക്കണതും പക്ക ഉപ്പാനെ പോലെ എല്ലാ അടിപൊളിയായി നോക്കണ കാക്കുവാണ്. under the moon, I'm watching you sleep. I'm driving you home in the night. Coriander and the dress that you wore and the way that we danced in the light. Oh, you and I under the stars. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ഞാൻ 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിലും പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈം തന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. കോളിങ്ങും ചാറ്റിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മൾ സീനിയർ ജൂനിയറായി പഠിക്കുന്നത്. അത് 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി. 1.5 കൊല്ലം മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സീനായിരുന്നു. പിന്നെ പാരൻസിന് മനസ്സിലായി നമ്മൾ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അത് സമ്മതിച്ചു. I can say everything. ഞാനും ലുലു 2 ദിവസത്തെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ എന്താവശ്യം ഉണ്ടെങ്കിലും ഓൾ എന്നെ വിളിക്കും, എന്നോട് പറയും, ഞാൻ ഉണ്ടാവും അവിടെ എന്തിനും. അങ്ങനെ ഞങ്ങളെ ബാബുവിൻ്റെ ദിവസമാണിന്ന്. ഓൻ്റെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ നല്ല ഹാപ്പിയാണ്. അതായത് ഇന്നത്തെ കല്യാണം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഒന്ന് ഒരിക്കലും നടക്കൂല വിചാരിച്ച പ്രേമാണ് ഓൻ്റെയും ലുലുവിൻ്റെയും. എന്തായാലും അൽഹംദുലില്ലാ ഹാപ്പിയാണ്. നമുക്ക് നാളെ അടിപൊളിയാക്കാം. നമ്മളെ ചെക്കൻ്റെ കല്യാണത്തിൽ നമ്മളെ കുഞ്ഞോട് വന്നിക്കുന്നു. അവിടെ പോയിട്ട് ലേസായിട്ട് നിൽക്കുക, ഒരു ഉമ്മ കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. ഹായ്, ഞാനെന്റെ ഫയാസ്കന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തേച്ചും വരാം. ഗിറ്റാറാ ഭയങ്കര പ്ലസന്റ് ആണ്, ഹാപ്പി. നമുക്കൊരു ഹാപ്പി ഓറ ക്രിയേറ്റ് ചെയ്ത് തരും. എവിടെ പോയാലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരായിട്ടും കമ്പനി ആകും. ഏത് സ്ഥലത്ത് പോയാലും ഒത്തിരി ഫ്രണ്ട്സാണ്. എവിടെ പോയാലും കമ്പനിക്കാരുണ്ട്, എന്താവശ്യത്തിന് ആൾക്കാർ. मन ये मेरा तेरे बिन कहीं ना लागे. ലുലുപ്പെണ്ണിപ്പോ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരാളോ അതിന്റെ പൂരപ്പറമ്പ് വരെയാണ്, ആരും ഉണ്ടാവില്ല. എല്ലാത്തിനും ഇപ്പോൾ ഓളങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓളഞ്ഞ മുന്നിലുണ്ടാവുക. ഇപ്പൊ നമ്മളോട് കഴിഞ്ഞാലുള്ള അതിൻ്റെ അത് മനസ്സിലാവും, ഓള് പോയി കഴിഞ്ഞാലുള്ള നമുക്ക് മനസ്സിലാവും എന്തൊക്കെ मुस्कुराए रोशन कर दे जग सारा, चमके तेरी आंखें जैसे बारिश की बूंदे. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. लागे हाथों से मन लागे रे.
से मन लागे രണ്ടുപ്പാരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ആയപ്പോൾ ഫസ്റ്റ് ടൈം ഇവർ രണ്ടുപേരും തന്നെ നന്നായിട്ട് എതിർത്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇവർ രണ്ടുപേരും തന്നെയാണ്. मेरी रातों में है तू ही बन के आया रे जाले. എന്തായാലും രീതി അളിയനും നല്ലൊരു കോംബോ ആണ്. ഇനി അതേപോലെ തന്നെ നല്ല രീതിക്ക് സന്തോഷമായി പോട്ടെ ഇൻഷാ അല്ലാ. एहसासों का सरमाया है तुझसे मैंने पाया तू जो नूर लाया आँखों में भर लूं सारा प्यारी तेरी बातें. എന്തോ ബാക്കിയുള്ള കുട്ടികളായിരുന്നു പക്ക ഡിഫറെൻ്റ് ആയിരുന്നു ആള്. പക്ക സൈലൻ്റ് ആയിട്ട് ആളിങ്ങനെ തലയൊക്കെ താത്തി ഇങ്ങനെ ഒരു പോക്ക് പോവും. ആളെ മുഖത്ത് നോക്കൂല, സംസാരിക്കൂല അല്ലേ? അതന്നെയാണ് റീസൺ. അറ്റ് ലാസ്റ്റ് നമ്മൾ അത്രയും ആഗ്രഹിച്ച ആ ഒരു ദിവസമാണിന്ന്. നിനക്ക് നിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ് ടു എൻഡ് ഐ വിൽ ബി വിത്ത് യു ഷുവർ. ومهما تكون بعدتني لقلبي قريب معك قلبي يا عمري الجاي والخداع